ഉണ്ടാവട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു ഫെയർവെൽ സ്പീച്ച് പറയുവാൻ എനിക്കൊരു അവസരം തന്ന സെൻട്രൽ ഏരിയയുടെ കമ്മിറ്റി മെമ്പറായ നമ്മുടെ ബാബു ചേട്ടനും ജിഷു ചേച്ചിക്കും നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. സൺഡേ സ്കൂളിന്റെ ഭാഗമായിട്ട് ഞാൻ അച്ഛനും അച്ഛനും ഒരു ഫെയർവെൽ സ്പീച്ച് തന്നായിരുന്നു. അവിടെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ തുടർന്നുകൊണ്ട് തന്നെ സാഗരം സാഗരോപമ, ഗഗനം ഗഗനോപമ. കാരണം ആകാശത്തെ നമുക്ക് ഉപമിക്കാൻ ആകാശം മാത്രമേ ഉള്ളൂ. സാഗരം കടലിനെ ഉപമിക്കാൻ നമുക്ക് കടൽ മാത്രമേ ഉള്ളൂ. ഒരു ഹിമാലയ പർവ്വതത്തെ ഉപമിക്കാൻ ഹിമാലയ പർവ്വതം ഒന്നേ ഉള്ളൂ. അതുപോലെ ജോൺസൺ അച്ഛനെ ഉപമിക്കാൻ വേറെ ആരുമില്ല, അത് ജോൺസൺ അച്ഛൻ മാത്രമാണ്. ഒരു നദി, ആ നദിയിൽ നിന്ന് ആ നദിയുടെ പേര് ഒരിക്കലും മാറത്തില്ല. പക്ഷെ നദിയിൽ കൂടെ ഒഴുകുന്ന വെള്ളം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ നദിയുടെ പേര് ഇപ്പൊ മീനച്ചിലാറാണെങ്കിൽ മീനച്ചിലാറ് തന്നെയായിരിക്കും, പെരിയാറാണെങ്കിൽ പെരിയാർ തന്നെയായിരിക്കും. അതിന്റെ പേരിന് മാറ്റമില്ല. പക്ഷെ അതിൽ കൂടെ ഒഴുകുന്ന വെള്ളം മാറിക്കൊണ്ടിരിക്കും. പട്ടത്ത് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അച്ഛന് ഒരു ഇടവകയിൽ നിന്ന് മറ്റൊരു ഇടവകയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അച്ഛൻ ഇരിക്കുന്ന ഓരോ ഇടവകയിലും ആ നദിയിൽ കൂടെ പുതിയ വെള്ളമാണ് പോകുന്നതെങ്കിലും അത് ഫലപുഷ്ടമാക്കുന്ന കുറച്ച് ഏരിയകളുണ്ട്. ആ ഏരിയ എന്നും അവിടെ എന്നും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഒരു മാർക്ക് അവിടെ അവശേഷിപ്പിക്കും. അതുപോലെ അച്ഛനെ കുറിച്ച് ഒരു കാര്യം എനിക്ക് ഈ ഒരു സവിശേഷത, വളരെ ചുരുങ്ങിയ സമയമാണെന്ന് എനിക്കറിയാം, വളരെ ഒരു ചെറിയൊരു സവിശേഷത എനിക്ക് അച്ഛൻ്റെ ഒരു കാര്യം പറയണമെന്നുണ്ട്. ഇവിടെ ഈ ലെന്റ് സീസണിൽ പലപ്പോഴും പല വ്യക്തികളാണ് വന്ന് പ്രസംഗിക്കുന്നത്. അവരുടെ ഓരോ പ്രസംഗവും അത് വളരെ അറ്റൻറ്റീവായിട്ട് അച്ഛൻ അത് കേൾക്കുകയും അത് കേട്ട് കഴിഞ്ഞിട്ട് അച്ഛനൊരു 2 വാക്ക് അവർ പറഞ്ഞതിനെ ക്രോഡീകരിച്ചൊന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്നും 2 പോയിന്റ് അതിൽ നിന്ന് ഇട്ട് അത് ഏറ്റവും പൂർണ്ണമായിട്ട് ഉള്ളൊരു പ്രസംഗമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. അത് അച്ഛൻ്റെ ആ ഒരു നല്ല ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അച്ഛൻ്റെ ആ പട്ടത്തെ ശുശ്രൂഷയിൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ളത്. അതെ, ആ കുഞ്ഞാട് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും കഴിവ് അത് ദൈവനാമ പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുവാൻ അച്ഛന് സാധിക്കുന്നതാണ് അച്ഛൻ ഇവിടെ ചെലുത്തിയിരിക്കുന്ന ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. കൊച്ചമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചമ്മ വളരെ പ്ലീസിങ് ആണ്, വളരെ പ്രിറ്റിയാണ് കാണാൻ. വളരെ സന്തോഷമാണ്. കൊച്ചമ്മേനെ എപ്പോ കണ്ടാലും സൺഡേ കാണുമ്പോൾ ഒരു തെളിഞ്ഞ സന്തോഷമുള്ള ഒരു മുഖമല്ലാതെ കൊച്ചമ്മയെ കണ്ടിട്ടില്ല. അപ്പൊ കൊച്ചമ്മയുടെ ആ മ്യൂസിക്കിനോടുള്ള ഇഷ്ടവും പാഷനും നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ. വളരെ റിത്തമിക്കലിയാണ് കൊച്ചമ്മയുടെ ആ പെർഫെക്ഷൻ ആണെങ്കിലും, കൊച്ചമ്മ പള്ളി വരുന്ന ആ ഒരു രീതിയാണെങ്കിലും, ആ കൊച്ചമ്മയുടെ പാട്ടാണെങ്കിലും അതെല്ലാം നമുക്ക് വളരെ സന്തോഷം തരുന്നതും വളരെ ആഹ്ലാദം തരുന്നതും നമുക്കൊരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്നതുമാണ് ഒരു ക്യാരക്ടറാണ് കൊച്ചമ്മയുടെ ആ ഒരു പേഴ്സണാലിറ്റി. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. കൊച്ചമ്മയ്ക്കും ഉണ്ട് ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങളും. പക്ഷെ അതൊന്നും കൊച്ചമ്മയുടെ ആ വ്യക്തിത്വത്തിലോ കൊച്ചമ്മയുടെ ആ സംസാരത്തിലോ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. പിന്നെയും നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കൊച്ചമ്മയ്ക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വളരെ യങ് ആണ് കൊച്ചമ്മ, വളരെ യൂത്ത്ഫുൾ ആണ്. യൂത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ യൂത്ത് ആയിട്ട് നമുക്ക് തോന്നും അല്ലെ. പക്ഷെ കൊച്ചമ്മയ്ക്ക് അവിടെ 2 വലിയ പിള്ളേര്, പക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ കൊച്ചമ്മയുടെ ആ ചുരുചുരുക്കും ആക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ വളരെ അറ്റൻറ്റീവ് ആണ് കൊച്ചമ്മ. നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷെ കൊച്ചമ്മയുടെ ആ ചുരുചുരുക്കും ആക്റ്റീവ് ആയിട്ടുള്ള എന്നാൽ വളരെ അറ്റൻറ്റീവ് ആണ് കൊച്ചമ്മ. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടെ നോക്കിക്കണ്ട് ആ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് കൊച്ചമ്മ. അത് സേവികാ സംഘത്തിന്റെ ഭാഗമായിക്കൊള്ളട്ടെ, സൺഡേ സ്കൂളിന്റെ ഭാഗമായിക്കൊള്ളട്ടെ, അതൊക്കെ വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്ക് പഠിപ്പിക്കാനും നമുക്കുള്ള കഴിവുകൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുവാനും അവർക്ക് ഓരോ അറിവുകൾ നമുക്കുള്ള അറിവ് പകരുവാനും സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഗുണമാണ്. അപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തില് വേല ചെയ്യുവാൻ ദൈവം അവസരം കൊടുത്ത 2 വ്യക്തിത്വങ്ങളാണ് അച്ഛനും കൊച്ചമ്മയും. അപ്പൊ ദൈവരാജ്യത്തിന്റെ ആ മുന്തിരിത്തോട്ടത്തിൽ ഒരു മുന്തിരിത്തോട്ടം കഴിഞ്ഞ് മറ്റൊരു മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെയും അച്ഛൻ ഇതുപോലെ വിശ്വാസത്തോടുകൂടി വേല